ഫിൻലൻഡ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. അവിടെ പോയാൽ രക്ഷപ്പെട്ടു. ഒരുപാട് കാശുണ്ടാക്കാം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ശരിക്കും എന്താണ് റിയാലിറ്റി? ഹലോ, എൻ്റെ പേര് ഫിലിപ്പ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നിങ്ങൾ ഫിൻലൻഡിലോട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫിൻലൻഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഫിൻലൻഡ് ഇസ് നോട്ട് ഈസി മണി. ഫിൻലൻഡ് ഒരു ഹൈ ഇൻകം കൺട്രിയാണ്, പക്ഷേ അതുപോലെ തന്നെ ഒരു ഹൈ എക്സ്പെൻസീവ് കൺട്രി കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഒരു മാസത്തെ ചിലവ് നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ റെൻറ്റിന് 400 തൊട്ട് ഒരു 700 യൂറോ വരെ ആകും. ഫുഡെല്ലാം കൂടെ 250 തൊട്ട് ഒരു 500 രൂപ വരെ ആകാം. ട്രാൻസ്പോർട്ടേഷൻ ഒരു 60 യൂറോ തൊട്ട് 100 യൂറോ വരെ ആകാം. ഫോണും ഇൻ്റർനെറ്റും കൂടെ ഒരു 30 തൊട്ട് 50 യൂറോ വരെ മന്ത്ലി ആകും. സോ ഒന്ന് സർവൈവ് ചെയ്യാൻ തന്നെ മിനിമം ഒരു 1100 യൂറോ മാസം ഒരാൾക്ക് വേണം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മാസം എന്തെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നല്ലതായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം ലൈഫൊക്കെ നോക്കിയാൽ ഇവിടെ വരുന്നതെങ്കിൽ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. ഫിൻലൻഡ് ദുബായ് പോലെയല്ല, കുറച്ച് സ്ലോ മണിയാണ്, പക്ഷേ സ്റ്റേബിൾ മണിയാണ്. രണ്ടാമത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലാംഗ്വേജ് ബാരിയറാണ്. പലരും പറയും ഇംഗ്ലീഷ് കൊണ്ട് സർവൈവ് ചെയ്യാവുന്ന. ഇംഗ്ലീഷ് കൊണ്ട് സർവൈവ് ചെയ്യാൻ മാത്രമേ പറ്റൂ, ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ മിക്ക ജോലികൾക്കും ഫിനിഷ് ലാംഗ്വേജ് അത്യാവശ്യമാണ്. കുറഞ്ഞത് ഒരു ബേസിക് ഫിനിഷെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫിനിഷ് ഇല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ജോബ്സ് എന്ന് പറയുന്നത് ക്ലീനിങ് ജോബ്സ്, ഡെലിവറി ജോബ്സ് അല്ലെങ്കിൽ വെയർ ഹൗസിലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ വരുന്ന ഉടനെ തന്നെ ഫിനിഷ് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങണം. PR കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് ഇൻ ജോബ്സ് ഉണ്ടെന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. പക്ഷേ അത് അത്ര ശരിയായ ഒരു പരിപാടിയല്ല. ഇവിടെ ഗവൺമെൻറ്റിന് എല്ലാം അറിയാം നിങ്ങളുടെ സാലറി പോകുന്നത് ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇല്ലീഗലായിട്ട് കണക്കാക്കുകയും ചെയ്യും. അത് പിന്നെ നിങ്ങളുടെ PRനെയും സിറ്റിസൺഷിപ്പിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൺട്രിയാണ്. യു കനോട്ട് എസ്കേപ്പ് ദ സിസ്റ്റം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെതർ തന്നെയാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അത്ര പെട്ടെന്ന് പിടിക്കത്തില്ല. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ സ്നോവിൻ്റെ പിക്ചേഴ്സും ക്രിസ്മസ് ഫോട്ടോസും അതുപോലെ തന്നെ നോർത്തേൺ ലൈറ്റ്സും ഒക്കെ കാണുമ്പോൾ കുറച്ച് എക്സൈറ്റഡ് ഒക്കെ ആയിരിക്കും വരുമ്പോൾ. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. 5-6 മാസമൊക്കെ ഭയങ്കരമായ വിൻ്ററാണ് ഇവിടെ. -10 തൊട്ട് -25 വരെ പോകാം. സൺലൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ദിവസങ്ങളിൽ 2-3 മണിക്കൂറൊക്കെ കാണുള്ളൂ. അപ്പോൾ ഈ ഒരു കോൺസ്റ്റൻറ്റ് ഡാർക്ക്നെസ് കാരണം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഡിപ്രഷൻ, സ്ലീപ്ലെസ്നെസ്, ലോൺലിനെസ് ഇതൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അത്ര മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സോഷ്യൽ ലൈഫാണ്. നമ്മുടെ കേരളത്തിലെ കുട്ടേ അല്ല ഇവിടുത്തെ ഒരു സോഷ്യൽ ലൈഫ്. ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര പ്രൈവറ്റ് ആണ്. അതുപോലെ തന്നെ കൊച്ചു വർത്തമാനങ്ങളൊന്നുമില്ല നമ്മളെ കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ നാട്ടിലെ ആ ഒരു സോഷ്യൽ ലൈഫും വാംത്തും ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർക്ക് കൾച്ചർ ഭയങ്കര നല്ലതാണ്. നമ്മുടെ നാട്ടിലെ വർക്ക് കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സമയത്തിനും നേരത്തിനും കാലത്തിനൊക്കെ വേണ്ടി പോകാം. അതുകൊണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഇവിടുത്തേത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബോസ് നിങ്ങളെ നേരെ ഷൗട്ട് ചെയ്യുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെയില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ആരും നിങ്ങളെ ഒന്നും സ്പൂൺ ഫീഡ് ചെയ്യില്ല ഇവിടെ. നിങ്ങൾ ജോലിയിൽ നല്ലതായിട്ട് പെർഫോം ചെയ്താലേ പ്രൊമോഷൻസും ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം ഇവിടുത്തെ ടാക്സ് ആണ്. എല്ലാവരും പറയും ഇവിടുത്തെ ടാക്സ് ഭയങ്കര കൂടുതലാണെന്ന്. പക്ഷേ ശരിക്കും ആണോ? ടാക്സ് 20 തൊട്ട് ഒരു 35% വരെയൊക്കെ പോകും. പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ, ഓൾമോസ്റ്റ് ഫ്രീ ഹെൽത്ത് കെയർ, അതുകൂടാതെ സോഷ്യൽ സെക്യൂരിറ്റിയും പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് സപ്പോർട്ടും. ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ ടാക്സ്, കൈക്കൂലി, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇതെല്ലാം പേ ചെയ്യേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ ടാക്സ് മാത്രം പേ ചെയ്താൽ മതി. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റേസിസം ഫീൽ ചെയ്തേക്കാം. പക്ഷേ അത് ഭയങ്കര സട്ടിലായിരിക്കും. അത്രയൊരു അഗ്രസീവായിട്ടുള്ളൊരു റേസിസം ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ് റിജക്ഷനോ ആക്സെൻറ്റ് ബയസോ ഒക്കെ ചിലപ്പോൾ നേരിടേണ്ടി വരും. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ബി പ്രൊഫഷണൽ, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. ഫിനിഷ് ലാംഗ്വേജ് എത്രയും പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കരിയർ ഗ്രോത്ത് ആണ്. ഗൾഫിലെ പോലെയൊക്കെ അത്ര ഒരു ഫാസ്റ്റ് ഗ്രോത്തും ഫാസ്റ്റ് ലൈഫും ഒന്നും അല്ല. ഭയങ്കര സ്ലോ ആയിരിക്കും, പക്ഷേ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും. അവസാനമായിട്ട് ഫിൻലൻഡ് എന്ന് പറയുന്ന എല്ലാവർക്കും പറ്റിയ ഒരു കൺട്രിയേ അല്ല. നിങ്ങൾക്ക് ഒരുപാട് പീസും സൈലൻസും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കൺട്രിയാണ് ഫിൻലൻഡ്. അതുപോലെ തന്നെ ഡിസിപ്ലിനും ഒരു ലോങ് ടേം തിങ്കിങ്ങും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു കൺട്രിയാണ് ഫിൻലൻഡ്. അപ്പോൾ നിങ്ങൾക്കൊരു ബിഗ് സോഷ്യൽ ലൈഫോ ഒരു ഫാസ്റ്റ് മണിയോ ഒക്കെ വേണ്ടിയെങ്കിൽ ഫിൻലൻഡിലോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സും ലക്ഷറി ലൈഫ് സ്റ്റൈലും ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിൻലൻഡ് ഇസ് നോട്ട് ഹെവൻ,
But for the right person, it is one of the best places on earth.